ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുറച്ച് ഭാഗം, പിന്നെ ഷോപ്പിൽ പോയിട്ടുള്ള കുറച്ച് ഭാഗം, പിന്നെ വീട്ടിലേക്ക് വന്നിട്ടുള്ള കുറച്ച് ഭാഗം കൂടി കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ രാവിലെ തന്നെ ഒരു 7:30 സമയമാണ് കേട്ടോ. ആ 7:30 നേരത്ത് ഉള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ചോറൊക്കെ ആയിട്ടുണ്ട്. വിജയേട്ടനൊക്കെ ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറായി, പിന്നെ കറി ആയിട്ടുണ്ട്. അതേപോലെ കടച്ചക്ക മസാല പോലെ കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം കടച്ചക്ക മസാലക്കറി പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ഇന്നത്തെ ഒരു കറികൾ ഇതൊക്കെയാണ്. പിന്നെ ദോശ ഉണ്ടാക്കണം. ഇവിടെ ദോശ ഉണ്ടാക്കുന്നുണ്ട്, അമ്മ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ദോശ ആയിട്ടോ. വലിയ ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വലിയ ദോശ പറഞ്ഞാൽ എളുപ്പപ്പണിക്കാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ 2 തട്ട് ഒഴിച്ചിട്ട് 2 കയ്യിൽ ഒഴിച്ചിട്ട് വലുതാക്കിയിട്ടുണ്ടാക്കും കനലില്ലാതെ. അപ്പോൾ വേഗം ഒന്ന് കഴിച്ചാൽ മതിയല്ലോ, കഴിച്ചിട്ട് വേഗം ഓടാലോ, അതാണ് പരിപാടി. പിന്നെ രാവിലെ പുഴയ്ക്കൊന്നും പോയില്ല, കാരണം വെള്ളമുണ്ട് തോന്നുന്നുണ്ട് അധികം. അപ്പോൾ പുഴയ്ക്കൊന്നും പോയില്ല. അപ്പോൾ പുഴയിലേക്ക് പോയിട്ട് നീന്തലൊക്കെ കാണിച്ചു തരുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഓരോരുത്തർ. വെള്ളത്തിൽ എനിക്ക് നീന്താൻ പറ്റിയ എന്നെ കാണുമോ പിന്നെ നിങ്ങളെല്ലാവരും കാണില്ലല്ലോ. അപ്പോൾ ചില ആൾക്കാർ അങ്ങനെ ചോദിക്കുന്നുണ്ട്, തമാശയ്ക്ക് ആയിരിക്കാം, എന്നാലും ഞാൻ മറുപടി പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. വെള്ളമൊക്കെ കുറച്ചും കൂടി ഒന്ന് ഇതായിട്ട് കുഴപ്പമില്ല. നീന്തലൊക്കെ ഞങ്ങളിവിടെ എല്ലാവർക്കും നീന്തലൊക്കെ അറിയും കേട്ടോ. വിജയേട്ടനും എല്ലാവർക്കും അറിയാം, അമ്മയ്ക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഉള്ള എല്ലാവർക്കും നീന്തലൊക്കെ അറിയാം കേട്ടോ. പിന്നെ അച്ഛനിതാ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ആടിനെ മേയ്ക്കാൻ പോവാണ്. സമയം 8:30 നേരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 9 മണിക്കാണ് പോവുള്ളൂ. സമയം ഇപ്പോൾ 8:30 ആയിട്ടുണ്ട്. 9:15 ആവുണ്ടാവും. പണികൾ കഴിഞ്ഞിട്ടാണ് പോവാറ്. പിന്നത്തെ വിശേഷം എന്താ, എല്ലാവരും സംസാര ശൈലിയൊക്കെ ചിലർ പറയും ശരിയാവുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് ചിലരൊക്കെ കാണുന്നുണ്ട്. നായക്കുട്ടീനൊക്കെ അതുകൂടിയും കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞു. പിന്നെ ദോശത്തട്ടിൻ്റെ കാര്യം, ദോശത്തട്ട് മാറ്റാറായില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം വീഡിയോ ഫുള്ളായിട്ട് കണ്ട കാരണമാണല്ലോ അവർ ഇതിൻ്റെ ഇടയിൽ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ട് അതിനുള്ള മറുപടി തരണത്. അത് സന്തോഷമേ ഉള്ളൂ, എല്ലാ വിവരങ്ങളും പറഞ്ഞതിന്. പിന്നെന്താ, അതേപോലെ പുഴയിലത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ഓരോ കമൻറ്റ് ചെയ്ത ആൾക്കാരൊക്കെ. പിന്നെ അറിയുന്ന ആൾക്കാരെ വെച്ചാൽ ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, അന്വേഷിക്കാറുണ്ട് എങ്ങനെ വോയിസ് കൊടുക്കുക, ലൈവായിട്ട് ചെയ്തുവിടുന്നൊക്കെ ചില സബ്സ്ക്രൈബേഴ്സ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഇടവഴിയൊക്കെ കണ്ടാൽ പേടിയാവില്ലേ എന്നൊക്കെ ചോദിച്ചു. പിന്നെ പേടിയൊന്നുമില്ല, ഞങ്ങളുടെ നാട്ടിലത്തെ ഒരു ഇടവഴിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. പുഴയിലേക്ക് പോവുകയാണെങ്കിലും ഇടവഴി കൂടെ പോവുകയാണെങ്കിലും യാതൊരു പേടിയില്ല, കാരണം ഇതുവരെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് പേടിക്കാനുമില്ല. ഇതിപ്പോൾ എവിടെ സ്ഥലം ചോദിച്ചു. ഇതിൽ കമൻറ്റ് ചെയ്ത ആൾക്കാരുള്ള മറുപടിയാണ് കേട്ടോ. സ്ഥലം ഞാൻ പറയാറുണ്ട്, വെള്ളിയാട് മാന്നന്നൂർ പറയും. കാരണം വെള്ളിയാട് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ദൂരമുള്ളവർക്കൊന്നും അറിയില്ല, മാന്നന്നൂർ പറഞ്ഞാലും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഒറ്റപ്പാലം ഷൊർണൂർ അതിൻ്റെ ഇടയിലുള്ളതാണ് വാണിയംകുളം മാന്നന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ കേട്ടോ. അതുകൊണ്ടാണ് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. പിന്നെ ഷോപ്പ് എവിടെ ചോദിക്കാറുണ്ട്. അത് ഷോപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, PK ദാസ് ഹോസ്പിറ്റലിൻ്റെ ആ സൈഡിലാണ് വാണിയംകുളത്ത് ഷോപ്പ്. അപ്പോൾ 7 വർഷമായി ഞാൻ അവിടെ ഷോപ്പ് ഇട്ടിട്ട്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ റോഡിൻ്റെ കുറച്ച് ബാക്കിലായിട്ടാണ്. അപ്പോൾ അങ്ങനെ വാടക കുറച്ച് കമ്മിയാകൊണ്ടാണ് അവിടെ ബാക്കിൽ ഇട്ടിരിക്കണത്. വാടക ഇപ്പോൾ 3000 രൂപയൊക്കെയാണ് ഇപ്പോൾ വാടക. അതേപോലെ കറണ്ട് ചാർജ്, പിന്നെ നമ്മൾ ചായ കുടിക്കണം, അതൊക്കെ അങ്ങനെയൊക്കെ കൂട്ടുമ്പോൾ കുറച്ച് പൈസയൊക്കെ വരും. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് മിച്ചം കൂട്ടാൻ. പിന്നെ ഇപ്പോൾ വെള്ളത്തിനൊക്കെ പോകാനുള്ള റെഡിയാണ് കേട്ടോ. പിന്നെ വർത്തമാനത്തിൻ്റെ ഇടയിൽ അമ്മ മീൻ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ മീൻ വാങ്ങി 120 രൂപയാണ് കേട്ടോ. അപ്പോൾ 100 രൂപയ്ക്ക് മീൻ വാങ്ങി നല്ല വെള്ളം കൊടുന്നു. ഇനി രാവിലത്തെ ഇതും പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മീനൊക്കെ പിന്നെ അമ്മ നന്നാക്കി വയ്ക്കും. പിന്നെ വൈകുന്നേരം ഞാൻ വന്നിട്ട് വറുക്കുകയോ എല്ലാം കൂട്ടാൻ വയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ.
അപ്പോൾ ഇനി ഷോപ്പിലേക്ക് പോകാനുള്ളൊരു തിരക്കിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണമെന്ന് പറയുന്നില്ല കേട്ടോ. ഞാൻ പറയാറില്ലേ, എല്ലാവർക്കും തിരക്കുകളാണ്. അതുകൊണ്ട് എഴുതാനൊക്കെ ഒരു 2 വാക്ക് എഴുതാൻ തന്നെ നമുക്ക് കുറച്ച് നല്ലൊരു മനസ്സിലവർക്ക് അത് എഴുതാൻ പറ്റുള്ളൂ. നന്നായിട്ടുണ്ടായിരുന്നു 2 വാക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമാണ്. അപ്പം അതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല, ലൈക്ക് ചെയ്താലും മതി, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കിലാണ് കേട്ടോ. ഇനി ബസ്സിന് പോകാൻ വേണ്ടി കുറച്ചങ്ങ് നടക്കണം. അപ്പം മഴ ഇപ്പോൾ 2-3 ദിവസമായിട്ട് മഴ ഒന്ന് കമ്മിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴയൊക്കെ പെയ്ത് വെള്ളം നല്ലോണം അങ്ങോട്ട് കയറി വരും സൈഡിലേക്ക്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ പുഴയിൽ അവിടെ കല്ലുകളൊക്കെ ഉള്ളത് കാണിച്ചിരുന്നില്ല, അതൊക്കെ അവിടെ പണ്ടേ ഉള്ളത് തന്നെ, ഞങ്ങൾ ചെറുപ്പത്തിലുള്ളതല്ല, മുന്നേ ഉള്ളത് തന്നെയാണ് ആ കല്ലുകളും. ശരിക്കും പടുത്ത പോലെയാണ് അവിടുത്തെ കുളിക്കടവ് പോലെയാണ് അവിടെ. അത് ശ്രദ്ധിച്ചവർക്കറിയാം അവിടുത്തെ പുഴയുടെ ഒരു ഭാഗം. അപ്പോൾ അക്കരെ പുറത്തൊന്നും ഇങ്ങനെ ഇല്ല കേട്ടോ, ഞങ്ങളുടെ ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. അവിടെ ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ ഭാഗ്യമായി. പിന്നെ വെള്ളിയാട് എന്ന് പറഞ്ഞ സ്ഥലം കാടുമുക്കുന്നല്ല കേട്ടോ. വീടുകൾ കമ്മിയാണോ ചോദിക്കാറുണ്ട്. വീടുകൾ കമ്മിയാണോ ചോദിച്ചാൽ ചില സൈഡിൽ നിറയെ വീടുകളുണ്ട്, ചില ഭാഗങ്ങളിൽ അധികം വീടുകളില്ല. അതുകൊണ്ടാണ് ഞാൻ നടന്നു പോകുമ്പോൾ വീടുകളൊന്നും കാണാത്തത് കേട്ടോ. പിന്നത്തെ വിശേഷങ്ങൾ പറയണമെന്ന് വിചാരിക്കുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അധികം ഒന്നും കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ വീട്ടിലേക്ക് ഇതിപ്പോൾ വീട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിൽ. ഇത് എൻ്റെ വീടാണ്. എൻ്റെ അച്ഛനും അമ്മയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഏട്ടനും പിന്നെ മകനും. പിന്നെ മകളുണ്ട്, മകളുടെ കല്യാണം കഴിഞ്ഞു. 3 വർഷമായി കേട്ടോ. 4 വർഷം ആവണു, 3 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ, അച്ഛൻ, അമ്മ, മകൻ. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട് തൃശ്ശൂർ മുളകുന്നത്തുകാവ് ഹോസ്പിറ്റലിൻ്റെ വരടി എന്ന് പറയും, അവിടെയാണ് കേട്ടോ. അവിടെ അച്ഛനും അമ്മയും മരിച്ചു. അവിടെ ചേച്ചി മാത്രമേ ഉള്ളൂ, വിജയൻ്റെ ചേച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടേക്കാണ് ഞങ്ങൾ പോയിട്ട് വരലൊക്കെ. പക്ഷെ ഇപ്പോൾ കുറച്ചായി പോയിട്ട് കേട്ടോ. ചേച്ചി പിണക്കത്തിലാണെന്ന് അറിയില്ല, എന്തായാലും വീഡിയോ കാണാറുണ്ടല്ലോ, അതുകൊണ്ടാണ് പിന്നെ സമാധാനം. എല്ലാ വിശേഷങ്ങളും ചേച്ചി അറിയും. അപ്പം ഇനി ബാക്കി വിശേഷം ഞാനിനി അടുത്തതിൽ പറയാം കേട്ടോ. കാരണം ഇവിടെ ചേച്ചി ഇപ്പോൾ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ കാണിച്ചത് എൻ്റെ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ വാണിയമ്പലത്തേക്ക് വന്നതാണ്. അപ്പോൾ ഷോപ്പിലേക്ക് കയറിയിട്ടൊന്ന് പോയതാണ്. ഞാൻ സൈക്കിൾ കഴിഞ്ഞു. ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് കുറച്ച് ചായക്കുള്ള കടിയൊക്കെ ഉണ്ടാക്കൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ അവസാനിക്കുകയാണ്. ഇനി വീട്ടിൽ പോയിട്ട് നല്ല കഥ കാണിച്ചു തരാം കേട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് ഞാൻ ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു റേഷൻ കടയിൽ നിന്ന് കൊടുന്നത്. അതും എല്ലാം നമ്മൾ കിട്ടണില്ല, ചപ്പാത്തിക്ക് കുഴക്കണ പോലെ ഒന്ന് കുഴച്ചിട്ട് ഒന്ന് പരത്തി കഴിഞ്ഞിട്ട് ഒന്ന് കഷ്ണങ്ങളാക്കിട്ടോ. അത് വെറുതെ എണ്ണയിൽ ഇട്ടു, അതിങ്ങനെ പൊള്ളച്ചു, എടുത്തു. കാരണം ചായക്ക് വേറൊന്നും വാങ്ങിയിട്ട് നടന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വീഡിയോ ഒന്നും എടുക്കുക, ചായക്ക് കടി ആയാലോ വെച്ചിട്ടാണ് കേട്ടോ. പക്ഷേ എണ്ണയ്ക്ക് ചിലവാണ്. 1 കിലോ എണ്ണ വാങ്ങിക്കഴിഞ്ഞാൽ 4 ദിവസം ആയിക്കഴിഞ്ഞാൽ എണ്ണ എവിടെയെന്നറിയില്ല. പക്ഷേ യൂട്യൂബിൽ നമ്മൾ എന്തെങ്കിലും എടുക്കും വേണം, എണ്ണ പോവാന്ന് പറഞ്ഞിട്ട് നമുക്ക് ചാനലിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ. വെറുതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങളുടെ പേരൊന്നും അറിയില്ല കേട്ടോ. ഗോതമ്പ് പൊടി ചപ്പാത്തിക്ക് പോലെ കുഴച്ച് അത് പരത്തി അത് കഷ്ണങ്ങളാക്കിയിട്ട് എണ്ണയിലിട്ടു. അതിങ്ങനെ പൊളച്ച് വരും കേട്ടോ. ഇനിയിപ്പോൾ നല്ല മുറുമുറുങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർക്കണം. അരിപ്പൊടി ഗോതമ്പ് പൊടിയും കൂടി നല്ലവണ്ണം കൂട്ടി കുഴച്ച് കഴിഞ്ഞാൽ നല്ല അങ്ങനെ പൊട്ടണ പോലെ വരും കേട്ടോ. ഗോതമ്പ് പൊടി മാത്രമാകുമ്പോൾ കഴിക്കാൻ ടേസ്റ്റ് കിട്ടും, പക്ഷെ അങ്ങനെ പൊട്ടണ പോലെ അധികം വരില്ല. അപ്പോൾ അതിലേക്കൊരു സബോള ഉണ്ട് കേട്ടോ. ആ സബോള നന്നാക്കുകയാണ്. അത് വെറുതെ വെളിച്ചെണ്ണയിൽ സബോളയും അതേപോലെ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അച്ഛന് ചായയും പിന്നെ ഇത് ഉണ്ടാക്കിയ വഴിനെ അച്ഛന് കൊടുത്തു. ഇനിയിപ്പോൾ എരിവുള്ളത് കൂട്ടിയിട്ട് ഞങ്ങൾ കഴിക്കാനാട്ടോ. എനിക്ക് നല്ലോണം എരിവൊക്കെ വേണം, നല്ലോണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മുളക് പൊടിയൊക്കെ നല്ലോണം ഇടും.
അപ്പോൾ അടുക്കളയിൽ ഭയങ്കര തിക്കും തിരക്കാണ് കേട്ടോ. അമ്മയുണ്ട് കൂടെ. അപ്പോൾ അമ്മയുടെ വിശേഷമൊക്കെ ഓരോരുത്തർ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്നെ മാത്രമല്ല, എന്തായാലും അമ്മയുടെ കാര്യം ചോദിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. പിന്നെ പേര് പറഞ്ഞ പേര് ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ. കാരണം എല്ലാവരുടെ പേരും പെട്ടെന്ന് വായിക്കുമ്പോൾ സമയം കിട്ടില്ല. ഈ വർത്തമാനം പിന്നെ പേരുകളും കൂടി ആകുമ്പോഴേ നമുക്ക് സമയം നീങ്ങില്ല. എല്ലാവരുടെ പേരും ഞാനൊരു കുറേ വട്ടം വായിക്കുന്നുണ്ട്. 15 പേര് 20 പേരാണെങ്കിലും അത് ഒരുപാട് വട്ടം വായിക്കും. പിന്നെ വേറെ ആൾക്കാരും ഇതൊക്കെ വായിക്കുന്നുണ്ട്. അവർ ചോദിക്കാറുണ്ട് ഇവരൊക്കെ അറിയണവരാണോ, ഇവരാരോ ചോദിക്കാറുണ്ട്. കാരണം അവരും കമൻറ്റുകളൊക്കെ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അറിയാത്ത ആൾക്കാർ തന്നെയാണ്. അതിൽ 1-2 പേര് മാത്രമേ ഉള്ളൂ ഞാൻ അറിയണവർ. ബാക്കിയൊക്കെ ഓരോ ദൂര സ്ഥലങ്ങളിലാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അവർ കമൻറ്റിൻ്റെ അഭിപ്രായങ്ങളും പറയാറുണ്ട് കേട്ടോ. അങ്ങനെ സബോളയിൽ കറിവേപ്പില മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ. കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിൽ മുളക് പൊടി ഇട്ടു. മുളക് പൊടി ഇട്ട് വെറുതെ നമ്മൾ അത് ഉണ്ടാക്കിയില്ലേ, അത് ഗോതമ്പ് പൊടി. ഇതിന് പേരൊന്നുമില്ല, എന്താ പറയുക, ഗോതമ്പ് പൊടി എണ്ണയിൽ വറുത്ത ഇത് അതിലിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നല്ല എരിവോട് കൂടെ കട്ടൻ ചായ അതും കൂടി കഴിച്ചു കേട്ടോ. അപ്പോൾ നമുക്കിന്നൊരു വീഡിയോ ആയി, നമുക്കൊരു കണ്ടൻ്റായി. ഇനി സൗണ്ട് ഇത് ഉറക്കെ കേൾക്കണ്ടോന്ന് അറിയില്ല, വീഡിയോ അപ്ലോഡ് ആയാലും അറിയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി നാളത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. കൂട്ടുകാരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. സമയമുള്ളവർ മാത്രം കേട്ടോ. ബാക്കി എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇനി നാളത്തെ വീട്ടിലത്തെ അല്ലെങ്കിൽ ഷോപ്പിലത്തെ ഇത് ഏതെങ്കിലും ഒന്നായിട്ട് നാളെ ഞാൻ വരാം കേട്ടോ. ഭയങ്കര ഇരുട്ടാണ്. ഇരുട്ട് പറഞ്ഞ സമയം ഇപ്പോൾ 7:30 ചായ കുടിയൊക്കെ കഴിയുമ്പോഴേക്കും ഇപ്പോൾ 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നേരം വൈകി. ഇതുണ്ടാക്കി ഷോപ്പിൽ പോയി വന്നിട്ട് ഉണ്ടാക്കി വീഡിയോ എടുക്കുമ്പോഴേക്കും സമയം നേരം വൈകുകയാണ്. ഇനിയിപ്പോൾ ചോറുണ്ണാറായി. ചോറിലേക്ക് മീൻ വറക്കണം, അങ്ങനെ കുറച്ച് പണി കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ കൂട്ടുകാരെ. ഇനി ഞങ്ങളുടെ പുഴയുടെ ആ സൈഡിലായിട്ട് തടയണ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കുറച്ചൊരു 10-15 മിനിറ്റ് നടക്കാറുണ്ട്. അവിടെ പോയിട്ട് ഞാൻ വീഡിയോ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. തടയണ ഇപ്പോൾ വെള്ളം കാരണം ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് അറിയില്ല. അവിടെ പണി നടക്കുന്നുണ്ട്. പണികൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു കൊല്ലം ആവാറായിട്ടുണ്ട് പണി തുടങ്ങിയിട്ട്. ഇപ്പോൾ പണി കഴിഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് എന്നാലും അവിടെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ കൂടെ. അപ്പോൾ പുഴയ്ക്ക് പോണതിൻ്റെ ഭാഗത്താണ്, പക്ഷെ കുറേ നടക്കാനുണ്ട് അങ്ങോട്ട്. അതുകൊണ്ടാണ് അങ്ങോട്ട് എത്തണം. എന്തായാലും ഒരു അരമണിക്കൂറെങ്കിലും വേണം. അപ്പോൾ അത് ഒഴിവുള്ള സമയത്ത് അവിടെ പോയിട്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ കൂട്ടുകാരെ.